ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 613 ഭാഗത്തിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന അമേരിക്കൻ വെയ്റ്റ് ലിഫ്റ്ററായ പോൾ ആൻഡേഴ്സൺ 1956 ഓസ്ട്രേലിയയിലെ മെൽബണിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ റെക്കോർഡ് കുറിച്ചു. ചെവിയിലെ കഠിനമായ ആന്തരിക അണുബാധയും 103 ഡിഗ്രി പനിയും സഹിച്ചുകൊണ്ടാണ് ആൻഡേഴ്സൺ ഇത് നേടിയത്. മുൻനിര താരങ്ങൾക്ക് പിന്നിലായി പോയ ആൻഡേഴ്സണ് ലോക റെക്കോർഡ് നേടുക എന്നത് മാത്രമായിരുന്നു സ്വർണ്ണ മെഡലിനുള്ള ഏക അവസരം. അദ്ദേഹത്തിൻ്റെ ആദ്യ 2 അവസരങ്ങളും പരാജയപ്പെട്ടിരുന്നു. പരാജയത്തിൻ്റെ നടുവിൽ നമ്മളൊക്കെയും ചെയ്യുന്നത് പോലെ സ്വന്തം ശക്തിയെ വിട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയം വെച്ചുകൊണ്ട് ആൻഡേഴ്സൺ ദൈവത്തെ വിളിച്ചു. അവസാന ലിഫ്റ്റിൽ തൻ്റെ തലയ്ക്ക് മുകളിൽ 413.5 പൗണ്ട് അഥവാ 187.5 കിലോഗ്രാം ഉയർത്തിക്കൊണ്ട് ആൻഡേഴ്സൺ റെക്കോർഡ് കുറിക്കുകയായിരുന്നു. നമ്മുടെ കർത്താവ് പൗലോസിനോട് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ശക്തി അവൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരികയായിരുന്നു. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ദൈവത്തിൽ ആശ്രയം വയ്ക്കാം. നമ്മുടെ സ്വന്തം ശക്തിയിലും ബുദ്ധിയിലും ആശ്രയിക്കുന്നതിന് പകരമായി ശക്തവും എന്നേക്കും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ സഹായത്തിനായി അപേക്ഷിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം. അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവനെ സ്നേഹിച്ച് അവനോടൊപ്പം നമുക്ക് വസിക്കാം. അതിനുള്ള കൃപ തമ്പുരാൻ നമുക്ക് നൽകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.